നമസ്കാരം. കൊളോണിയൽ കാലഘട്ടത്തിലെ രാജ്യത്തെ ശിക്ഷാ നിയമത്തിന് പകരമായി വരുന്ന 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ 1 മുതൽ, അതായത് നാളെ മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. അതായത് നാളെ മുതൽ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം, അതായത് IPC, 1973 ക്രിമിനൽ നടപടിച്ചട്ടം, അതായത് CRPC, 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമാകും നാളെ മുതൽ പുതിയ നിയമം വരാൻ പോകുന്നത്. പുതിയ നിയമങ്ങൾ പ്രകാരം ആൾക്കൂട്ട ആക്രമണങ്ങൾ ക്രിമിനൽ കുറ്റമാകും. ഭരണകൂടത്തിനെതിരായ പ്രവർത്തനങ്ങൾ കുറ്റകരമാകുന്ന വകുപ്പുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഭാരതീയ ന്യായ സംഹിതാ ബില്ലിന് 150 വകുപ്പ് രാജ്യദ്രോഹത്തെ കുറ്റകൃത്യമായി നിലനിർത്തിയിട്ടുണ്ട്. ഏത് കേസിലും നിലവിലെ പോലീസ് കസ്റ്റഡി കാലാവധി അറസ്റ്റിന് ശേഷമുള്ള ആദ്യത്തെ 15 ദിവസമാണ്. ഇതിനപ്പുറവും പോലീസ് കസ്റ്റഡി നീട്ടാൻ അനുവദിക്കുന്ന വ്യവസ്ഥ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബില്ലിലുണ്ട്. അതേസമയം അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രങ്ങളെല്ലാം സമർപ്പിക്കുന്നതടക്കമുള്ള കേസ് നടപടികൾ സമയപരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇതെല്ലാം സമർപ്പിക്കണം എന്നാണ് ഈ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ഓഗസ്റ്റ് 11 പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിരുന്നു. കമ്മിറ്റി നവംബർ 10 റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഡിസംബർ 11 ബില്ലുകൾ പിൻവലിച്ചു. പിന്നീട് ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച പുതിയ ബില്ലുകളാണ് സഭകൾ പാസാക്കിയത്. ഡിസംബർ അവസാനത്തോടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ബില്ലിന് അംഗീകാരം നൽകിയതോടുകൂടിയാണ് ഇവ ഭാരതത്തിൽ പ്രാബല്യത്തിൽ വന്നത്. പുതിയ കേസിലെ വിചാരണയും ശിക്ഷയും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി FIR ഇടാൻ കാത്തിരിക്കേണ്ട എന്നതാണ് ഇനി വ്യക്തം. സാധാരണഗതിയിൽ FIR ഇട്ടാൽ പോലീസ് അതിന്റെ റെസിപ്റ്റ് പരാതിക്കാരന് നൽകുകയാണ് പതിവ്. ഇനി മുതൽ അത് ഉണ്ടാവില്ല. പകരം FIRന് പകരം FIR ആണ് ഉണ്ടാകാൻ പോകുന്നത്, അതായത് ഇലക്ട്രോണിക് FIR. കോടതിയും FIR ആണ് ഇനി മുതൽ റെഫർ ചെയ്യുന്നത്. പരാതിക്കാരൻ കോടതിയിൽ ഉന്നയിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള ആ കേസിന്റെ തുടർ പോലീസ് FIR എടുത്തിട്ടുണ്ടോ ഉൾപ്പെടെയുള്ളതൊക്കെ ഇനി FIR ആയിരിക്കും, ഇലക്ട്രോണിക് FIR മുഖാന്തരമായിരിക്കും കോടതി ആ കേസുകളൊക്കെ റെഫർ ചെയ്യുക. 7 കൊല്ലത്തിന് മുകളിൽ ശിക്ഷ ഉള്ള എല്ലാ കേസിലും ഇനി മുതൽ ഫോറൻസിക് പരിശോധന നിർബന്ധമാണ്. കുറ്റകൃത്യം ഏതുമായാലും ശിക്ഷ 7 കൊല്ലത്തിൽ കൂടുതലാണെങ്കിൽ ഫോറൻസിക് പരിശോധന കൂടിയേ തീരുള്ളൂ എന്ന കർശന നിർദ്ദേശം ഈ നിയമത്തിലുണ്ട്. കുറ്റവാളിയെ ശാസ്ത്രീയമായി പൂട്ടാനും നിരപരാധികൾ കേസിൽ കുടുങ്ങാതെ ഇരിക്കാനുമാണ് ഈ ഫോറൻസിക് പരിശോധന നടത്തിയേ മതിയാകൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. കേസിൽ പോലീസ് നടത്തുന്ന എല്ലാ അന്വേഷണവും വീഡിയോയിൽ കർശനമായി തന്നെ ചിത്രീകരിച്ചിരിക്കണം. വീഡിയോയിൽ ഒരു തരത്തിലുമുള്ള എഡിറ്റും കൂട്ടിച്ചേർക്കലും മാൽ പ്രാക്ടീസും പാടില്ല എന്ന് പറയുന്നുണ്ട്. നിരപരാധികൾ കേസിൽ കുടുങ്ങാതിരിക്കാനാണ് കർശനമായ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ കുറ്റവാളികൾ രക്ഷപ്പെടുന്നത് തടയാനും പോലീസ് കേസ് അട്ടിമറിക്കുന്നത് തടയാനും വീഡിയോ ചിത്രീകരണം സഹായിക്കുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് പോലീസിന് പഴയ രീതിയിൽ മുന്നോട്ട് പോകാൻ ആകില്ല. എല്ലാ ഡിജിറ്റൽ തെളിവുകളും ആയിരിക്കും ഓരോ നീക്കങ്ങളും. അതായത് പോലീസിന്റെ ഓരോ നീക്കങ്ങളും ഡിജിറ്റൽ ആയിരിക്കണം. ഓരോ കേസ് അന്വേഷണവും കർശനമായി ഡിജിറ്റലിൽ ആയിരിക്കണമെന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. കേസ് അട്ടിമറിക്കാൻ പോലീസിന് സാധിക്കില്ല. പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് മാറ്റിവെക്കണമെന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജൂലൈ മുതൽ നടപ്പിലാക്കാൻ ഒരുങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി, അതായത് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ക്രിമിനൽ നിയമം മാറ്റുക എന്ന ആശയം പതിറ്റാണ്ടുകളായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷെ അത് ചെയ്യാൻ ധൈര്യം കാണിച്ചത് എൻഡിഎ സർക്കാരാണ്. പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുയുടെ വാക്കുകളിലേക്ക് പോകാം. ഇങ്ങനെ ബ്രിട്ടീഷ് നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പലരും ഭയപ്പെടുന്നുണ്ട്. എന്നാൽ കാലം മാറിയപ്പോൾ ബ്രിട്ടനും മാറ്റം വരുത്തി. ഇന്ത്യൻ നിയമങ്ങൾ മാറിയില്ല, ഡിജിറ്റൽ രീതിയിലേക്ക് പോയില്ല. ഇപ്പോൾ ശിക്ഷയേക്കാൾ നീതിക്കാണ് മുൻഗണന ലഭിക്കുക. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവുമായി പൊരുത്തപ്പെടുന്നു. പുതിയ നിയമങ്ങൾ ജുഡീഷ്യൽ പ്രക്രിയയെ വേഗത്തിലാക്കുമെന്നും ദ്രൗപദി മുർമു കൂട്ടിച്ചേർത്തു. ന്യായമായ അന്വേഷണത്തിനും സർക്കാരിന്റെ പ്രതിബദ്ധതയും ആവർത്തിച്ച് ദ്രൗപദി മുർമു പറയുന്നുണ്ട്. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകേണ്ടതുണ്ട്. നിരപരാധികൾ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടരുതെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. അതേസമയം പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനായി വിവിധ നിയമനിർമ്മാണ ഏജൻസികളിലെ 5.65 ലക്ഷം ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. പോലീസ്, ജയിൽ, ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കാണ്
പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനായി പ്രത്യേക പരിശീലനം നൽകിയിട്ടുള്ളത്. കൂടാതെ രാജ്യത്ത് ഉടനീളമുള്ള ജുഡീഷ്യൽ പ്രോസിക്യൂഷൻ ഉദ്യോഗസ്ഥർക്കും പുതിയ നിയമങ്ങളെക്കുറിച്ചുള്ള പരിശീലനവും ബോധവൽക്കരണവും നൽകിയിട്ടുണ്ട്. പുതിയ സംവിധാനത്തിലേക്ക് തടസ്സങ്ങളില്ലാതെ മാറുന്നതിനായി ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സാങ്കേതിക സഹായവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യ നടപ്പിലാക്കുന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ അന്വേഷണത്തിലും വിചാരണയിലും കോടതി നടപടികളിലും സാങ്കേതിക വിദ്യയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകാനാണ് ഇതിലൂടെ സഹായിക്കുന്നത്. നിലവിൽ ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്കുകളും സിസ്റ്റങ്ങളും മാറ്റങ്ങൾ വിധേയമാക്കിയിട്ടുണ്ട്. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവബോധം ഉറപ്പാക്കുന്നതിനായി വനിതാ, ശിശുവികസന, ഗ്രാമവികസന, പഞ്ചായത്തി രാജ് മന്ത്രാലയങ്ങളെ ഉൾപ്പെടുത്തി പ്രചാരണങ്ങളും അതുമായി ബന്ധപ്പെട്ട വെബിനാറുകളും സെമിനാറുകളും പരിപാടികളും നടത്താൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നാളെ മുതൽ നടപ്പിലാക്കുന്ന ഈ നിയമം പോലീസിനായാലും പെട്ടെന്ന് അവരുടെ ഇഷ്ടത്തിൽ നിയമങ്ങൾ പാസ്സാക്കാനും അല്ലെങ്കിൽ നിരപരാധികളെ കേസിൽ ഉൾപ്പെടുത്തി കുറ്റക്കാരെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനം ഇതോടുകൂടി അവസാനിക്കുകയാണ്. അതായത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നമ്മുടെ തത്വം. അതാണ് നാളെ മുതൽ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്.